ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് ടീം പ്രഖ്യാപനവും പുതിയ ക്യാപ്റ്റൻസി പ്രഖ്യാപനവും മെയ് 24 നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അജിത് അഗാക്കറും ഗംഭീറും അന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ഋഷഭ് പന്ത്, ബുംറ, ശുഭ്മാൻ ഗിൽ തുടങ്ങിയവരാണ് ക്യാപ്റ്റൻസി ഓപ്ഷൻസ്. ഇതിൽ ഗില്ലിന് ചാൻസ് വരാൻ തന്നെയാണ് സാധ്യത. അടുത്ത അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. ടീമിന്റെ താരമായ ഹേസൽവുഡ് കഴിഞ്ഞ ദിവസം പരിക്ക് മാറി ബോളിംഗ് പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. ശേഷം താരം കംപ്ലീറ്റ് ആയും ഓക്കെ ആയതോടെ മെയ് 25 ഞായറാഴ്ച താരം ടീമിനൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് നിലവിൽ കാണുന്നത്. ചിലപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരമായ RCB LSG മാച്ച് താരം കളിച്ചേക്കും. അല്ലെങ്കിൽ പ്ലേ ഓഫ് മുതലായിരിക്കും ഹേസൽവുഡ് ഇറങ്ങുക. അവസാനത്തെ അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. നിരാശപ്പെടുത്തുന്ന സീസണിന് ശേഷം ജഡേജ, അശ്വിൻ തുടങ്ങിയ താരങ്ങളെ CSK റിലീസ് ചെയ്യണമെന്ന സ്റ്റേറ്റ്മെന്റ് ആകാശ് ചോപ്ര നടത്തിയിട്ടുണ്ട്. ഇവരെ കൂടാതെ ഡെവൺ കോൺവേ, രച്ചിൻ രവീന്ദ്ര, വിജയ് ശങ്കർ, ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി തുടങ്ങിയവരെയും ടീം റിലീസ് ചെയ്യണമെന്നാണ് ചോപ്രയുടെ കമന്റ്. ഇതിൽ ജഡേജ മാത്രമാണ് കുറച്ച് സർപ്രൈസ്. ബാക്കി എല്ലാവരും 95% റിലീസ് ആവാൻ സാധ്യതയുള്ളവർ തന്നെയാണ്. T20യിൽ ജഡേജ അദ്ദേഹത്തിന്റെ പ്രൈം കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് താരത്തെ കൂടി റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സീസണിൽ 13 മത്സരത്തിൽ 8 വിക്കറ്റ് മാത്രമാണ് ജഡേജ നേടിയത്. ഒരു ബാറ്ററായിട്ടാണ് ജഡേജ ഇത്തവണ പിന്നെയും ഭേദപ്പെട്ട പെർഫോമൻസ് നടത്തിയത്. എങ്കിലും ജഡേജ റിലീസ് ആവാനുള്ള വലിയ സാധ്യത കാണുന്നില്ല. അടുത്ത വർഷത്തേക്ക് കുറച്ച് സ്ട്രോങ് ആയ ഐഡിയാസ് ടീമിന്റെ കയ്യിലുണ്ട് എന്ന കമന്റ് ഫ്ലെമിംഗ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയാം.